ചാണകപ്പൊടിയും കരിയിലയും കമ്പോസ്റ്റും മരിച്ചിനി നടാൻ ഏറ്റവും ഉചിതമായ ഒന്നാണ്. കമ്പോസ്റ്റും ചാണകപ്പൊടിയും മരിച്ചിനിയുടെ വേരുകൾക്ക് ആവശ്യമായ പോഷണങ്ങൾ നൽകി വളർച്ച ഉറപ്പാക്കുന്നു. കരിയില ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മണ്ണ് കട്ടിയാകാതെ ഇളക്കമുള്ളതാക്കി നിലനിർത്താൻ സഹായിക്കും. കിഴങ്ങുകൾ വേഗം തഴച്ചു വളരുവാനും ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുകയുമില്ല. ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള പ്രത്യേകത വിളവെടുപ്പ് വേഗത്തിലാക്കുവാനും മരിച്ചിനിക്ക് കൃത്യസമയത്ത് തന്നെ പോഷണങ്ങൾ ലഭിക്കുന്നതിനും വഴിവെക്കും. മരിച്ചിനി നടുന്നതിനായി ഒരു ചാക്കെടുക്കാം. ഇതിൻ്റെ 2 സൈഡും നന്നായി കെട്ടിക്കൊടുക്കുക. ഒരു സൈഡ് ഞാൻ കയർ ഉപയോഗിച്ച് കെട്ടുന്നു. അതിന് മറുവശവും അതുപോലെ കെട്ടിക്കൊടുക്കുന്നു. ഇതുപോലെ മറിഞ്ഞു പോകാതെ നന്നായി ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് ചാക്ക് മറിച്ചിടാം. ഇനി ചാക്കിൽ നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് വീണ്ടും നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ഇട്ട് കൊടുക്കാൻ പോകുന്നത് കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെ അഴുകിയ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഉപകാരപ്പെടും. ഇനി അതിലോട്ട് നമുക്ക് വീണ്ടും കരിയില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ്. ഇനി അതിലോട്ട് വീണ്ടും നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇട്ട് കൊടുക്കുക. എല്ലാം ഇതുപോലെ ചേർത്തിരിക്കണം. കരിയിലയും കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലാം ചേർക്കുന്നു. കാണിച്ചതുപോലെ ചെയ്യണമെന്നില്ല. എല്ലാം ഇട്ട് കൊടുത്താൽ മതി, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഇവിടെ നമ്മൾ പൊടിച്ച കമ്പാണ് നട്ടു കൊടുക്കുന്നത്. നേരത്തെ കട്ട് ചെയ്ത് ഞാൻ ചെടിയുടെ ചുവട്ടിൽ ഇട്ടിരുന്നു. അത് ഇപ്പോൾ പൊടിപ്പ് വന്നു. ഇനി അവസാനമായി നമ്മൾ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റ് വളവും കൂടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷമാണ് ഇതിലോട്ട് നമ്മൾ കമ്പ് നട്ടു കൊടുക്കുന്നത്. കരിയില ആയതുകൊണ്ട് തന്നെ ഇത് നന്നായി ഉറപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച കമ്പ് നട്ടു കൊടുക്കാം. നമ്മൾ മറ്റൊരു ചാക്കിലും കൂടി ഇവിടെ നട്ടു വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ചാക്കിൽ കൃഷി ചെയ്യാറുണ്ടോ? നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഗാർഡൻ ടിപ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ കൃഷി വീഡിയോകൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.